ഇന്ന് SPCയുടെ ഹോമിയോ അഗ്രോ കെയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഹോമിയോ അഗ്രോ കെയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞാൽ അതായത് വൃക്ഷലതാദികളിൽ വരുന്ന എല്ലാ കീടങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും എതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അമൂല്യ മെഡിസിൻ തന്നെയാണ്. ഇത് ശരിക്കും ഒരു വളവുമല്ല, എന്നാലും വളത്തിന്റെ ഗുണം ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ഇതൊരു വിഷവുമല്ല. ആദ്യമേ അത് മനസ്സിലാക്കുക. നമുക്കിത് ഓർഗാനിക്കലി ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 35 വർഷത്തെ പരിശ്രമ ഫലമായിട്ട് നമ്മൾ നമ്മളല്ല ഡോക്ടർ കണ്ടുപിടിച്ച ഒരു മെഡിസിൻ തന്നെയാണ്. ഇത് കൊടുക്കുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ചെടിക്ക് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ചെടി ഒരു അലിലോ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉള്ളതുപോലെ തന്നെ ചെടികളുടെ ഉള്ളിലും ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ഉള്ളത് അതിന് വേണ്ടിയാണ് ഈ അലിലോ കെമിക്കൽ. അതാണ് 200 തരം അലിലോ കെമിക്കൽസ് ഉണ്ട്. അപ്പം അതിലെ അലിലോ കെമിക്കൽസ് ആണ് ഇത് നമ്മൾ ഒരു ചെടിയിൽ കൊടുക്കുമ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെടി ഒരു മെസ്സേജ് കൊടുക്കുക ചെയ്യുന്നത്. ആക്ച്വലി എന്തിനാണ് കീടങ്ങള് അപ്പൊ ശരിക്കും ഇപ്പൊ ഏത് കീടമാണെങ്കിലും അല്ല ഏത് രോഗമാണെങ്കിലും ആ ചെടി തന്നെ അത് ഐഡന്റിഫൈ ചെയ്യും. അതാണ് അതിലെ പ്രധാനം. അതായത് നമുക്കിപ്പം എപ്പ കൊടുക്കണം, എന്തോരം കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നെല്ലാം ചെടിക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ചെടിയിൽ സംഭവിക്കുന്നത്. അപ്പം ഇത് ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളിത് കൊടുക്കുമ്പോൾ ശക്തിയേറിയ വേരുകൾ വരും. അതായത് ദൃഢതയുള്ളതും നീളമുള്ളതുമായ വേരുകൾ വരുന്നുണ്ട്. അതാണ് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ, ചെടിക്ക് നല്ല ഹരിതകവും നല്ല വളർച്ചയും കാണാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വളമുണ്ട്, വളമല്ല അതിനകത്ത് കാരണം മണ്ണിൽ പലപ്പോഴും വളമായിട്ട് കിടക്കുന്നുണ്ടാവും. അത് ചെടിക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അതുകൊണ്ട് ശക്തമായ വേരുകൾ ആഴത്തിലിറങ്ങി ചെടിയിലെ വളം എടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഗുണം. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് ഈ ഏറ്റവും പ്രധാനമായിട്ട് എന്തെങ്കിലും ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ഇതുപോലത്തെ പല 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 പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം ക്യൂർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരോഗ്യം, അതായത് ഇമ്മ്യൂണിറ്റി കൂടുന്നുണ്ട് കേട്ടോ. ഇമ്മ്യൂണിറ്റി കൂടിക്കൊണ്ടുവരുന്നത് നമുക്കറിയാം. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാവരുടെയും ബോഡിയിലുള്ളതുപോലെ തന്നെ ചെടിക്കും നല്ല ശക്തി, നല്ല ആരോഗ്യം കിട്ടും. ചെടി വളർത്തിയെടുക്കുന്നു. മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത്, ഏത് കീടമാകട്ടെ, നമുക്ക് ഇപ്പൊ ഇന്ന കീടമില്ല, ഏത് കീടവും ഈ മരുന്നിനെ അപ്ലൈ ചെയ്ത ഇതിലെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അതിന് അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം അതിന് ഒരു പ്രത്യേകത സ്മെല്ലിലുണ്ടാവും ചിലപ്പോൾ. അതല്ലെങ്കിൽ അത് ആ ചെടിക്ക് അതിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതാണ് പ്രധാനം. ഇപ്പൊ പലരുടെയും വിചാരം ഇത് തെങ്ങിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. അല്ല കേട്ടോ, എല്ലാ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഒരു തെങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, കൂമ്പുചേലും, മണ്ടരി, ചെന്നീരുരിപ്പ്, കാറ്റുവീഴ്ച, വെള്ളക്കാ പൊഴിച്ചൽ, ഇങ്ങനെ ഒത്തിരി ഉരിപ്പ്. പക്ഷെ ഏത് പ്രശ്നമാണെങ്കിലും ഇത് മതി. ഏത് പ്രശ്നമാണെങ്കിലും ഇപ്പൊ വെള്ളക്കാ പൊഴിച്ചിൽ എല്ലാവരും ഒരു പ്രശ്നമാണ്. പക്ഷെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളക്കാ പൊഴിച്ചിൽ മാറും. പക്ഷെ വളരെ കുറച്ച്. പിന്നെ വേറൊരു കാര്യം, ഇത് കൊടുക്കുന്നത് രീതിയിൽ പ്രത്യേകതയുണ്ട്. കാരണം അത് നമ്മളിത് ഹോമിയോ പഠിച്ചവർക്കറിയാം, അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. കുറെ വാരിക്കോരി കൊടുക്കാൻ പാടില്ല, അതിൻ്റെതായ രീതിയിൽ. പിന്നെ നമുക്ക് ഇപ്പൊ തെങ്ങിന്റെ കാര്യം ഇപ്പൊ ഓരോന്നിനും അപ്ലൈ ചെയ്യേണ്ട രീതി പറയുകയാണെങ്കിൽ, ഇപ്പൊ വലിയ തെങ്ങിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു വർഷത്തേക്ക് 17 grams മതി. അതായത് 15 gram 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ ഒരു 1.5-2 അടി മാറ്റി ഒരു വേര് കാണത്തക്ക രീതിയിൽ ചുറ്റും ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 gram ഉണ്ട്. ഇതാണ് ആ രീതി പറയേണ്ടത്. 2 gram 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് 3 തെങ്ങുകൾക്ക് ഏതാണ്ട് ഒരു 330 ml വെച്ച് ഒരു നല്ല പ്ലാസ്റ്റിക് കവറിൽ എടുത്ത് ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരു പെൻസിൽ വണ്ണമുള്ള ചുമന്ന വേര് കാണും. അതും നമുക്കൊരു 1.5-2 അടി മാറ്റി നോക്കുമ്പോൾ കിട്ടും. അത് ചരിച്ചു മുറിച്ചിട്ട് ഈ വെള്ളത്തിൽ മുങ്ങത്തക്ക രീതിയിൽ വെച്ച് കെട്ടി കൊടുക്കുക. പിന്നെ 4 മാസം കഴിഞ്ഞ് ഇതുപോലെ ഒന്നുകൂടി ആവർത്തിക്കുക. 8 മാസം കഴിയുമ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുക. വലിയ തെങ്ങുകൾക്ക്. ഇപ്പൊ ചെറിയ തെങ്ങുകൾക്ക് എന്താ ചെയ്യേണ്ടത്, കുരുത്തോലക്കൂമ്പ് മുഴുവനൊന്നും വെറുതെ കൊടുക്കണ്ട. 2 gram മതി. 2 gram 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ കുരുത്തോലക്കൂമ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ സൊല്യൂഷൻ തന്നെ ചോട്ടിൽ കുറച്ച് ഒഴിച്ചും കൂടി കൊടുക്കുക. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു തെങ്ങൊക്കെ തെങ്ങല്ല ഏത് പ്ലാന്റും നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ളത്, ആദ്യമേ കൊണ്ടുവരുമ്പോ തന്നെ അതിന്റെ കൂമ്പില് ഒന്ന് മിസ്റ്റ് രൂപത്തിൽ, അത് 2 gram മതി, 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് അവിടെ വെച്ചേക്കുക. എപ്പോഴാണോ ചെടി നടക്കാൻ പോകുന്നത്
നടുന്ന സമയത്ത് നമ്മുടെ നമുക്കുള്ളറിയാം വലിയതിനൊക്കെ ഒരു വലിയ കുഴിയും ചെറിയ കുഴിയും കാണും. ആ ചെറിയ കുഴിയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പം ആ കുഴി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ സൊല്യൂഷനിൽ കൂടി വേരിറങ്ങി വേണം തുടങ്ങാനായിട്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തരം കീടങ്ങളും, ഇന്ന കീടം എന്നില്ല, എല്ലാത്തരം രോഗങ്ങളും മാറുന്നു എന്ന് മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. മനസ്സിലായി? ഇനിയിപ്പോ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടി വരെ പൊക്കമുള്ള പ്ലാന്റ്സിനാണെങ്കിൽ 1 ഗ്രാം മതി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ ചെടിയുടെ 1/3 ഭാഗത്ത് മിസ്റ്റ് രൂപത്തിൽ സ്പ്രേ. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് നമ്മളുടെ എല്ലാത്തരം കുരുമുളക്, അതുപോലെ തന്നെ ഏലം, അതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് എല്ലാ ചെടികൾക്കും ഇത് നിർബന്ധമായിട്ട് കൊടുക്കണം. ഇപ്പൊ ചെടികൾക്ക്, വലിയ ചെടികൾക്കൊക്കെയാണ് ഒരു പ്ലാന്റിൽ എത്ര ലീവ്സ് ഉണ്ടെന്ന് ഏകദേശം നമ്മളൊന്ന് മെഷർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1000 ലീവ്സ് ആണ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 330 ലീവ്സിൽ വീണാൽ മതി. അതിപ്പോ താഴത്തെ ലീവ്സ് ആയാലും മതി, അതിന്റെ അടിയിൽ നിന്ന് നമ്മൾ ചെയ്താൽ മതി. അത് മിസ്റ്റ് രൂപത്തിൽ പുക പോലെ മതി, കുളിപ്പിച്ചടിക്കേണ്ട സാധനമല്ല അത് കേട്ടോ. പുക പോലെ മിസ്റ്റ് രൂപത്തിൽ 1/3 പോർഷനിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ജാതിക്ക് എല്ലാത്തിനും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ചോട്ടിൽ നമുക്ക് വേരില്ലേ, ജാതിയുടെ തേന് നമുക്കറിയാം മുകളിലായിട്ട്, ആ മുകളിലെ വേരിൽ കുറച്ചൊഴിക്കുക. അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോ. പിന്നെ നമ്മൾ ഈ തെങ്ങിനൊക്കെ കൊടുക്കുമ്പോൾ മറ്റേ പ്രപ്പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത്? ഫ്രൂട്ട് ഫീഡിങ്. മറ്റേത് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഇപ്പൊ ഒരൊറ്റ തെങ്ങൊക്കെ ഉള്ളൂ ഒരാൾക്ക് എങ്കിൽ ഇതിപ്പോ 3 തവണയല്ല, ഒരു 5 തവണയോ ഒക്കെ നമുക്ക് മറ്റേ രീതിയിൽ നമ്മൾ വേരിൽ കൊടുത്താലും തെറ്റൊന്നുമില്ല. അത് കൂടുതൽ ഗുണമേ ചെയ്യുള്ളൂ. പക്ഷേ ഈ റൂട്ട് ഫീഡിങ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കണം. പിന്നെ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന് ഈ രീതി, വെജിറ്റബിൾസിനും കൊടുക്കേണ്ട ഇത് തന്നെയാണ്. നമ്മൾ ചെറിയതായിട്ടുള്ളത് കൊണ്ടുവച്ച് കുഞ്ഞല്ലേ, അതിന് വെറും ആദ്യമേ ഇത് നമ്മൾക്ക് റൂട്ട് ഫീഡിങ്ങിന് അല്ല, ആദ്യമേ നമുക്ക് സീഡ് നമുക്ക് മുളപ്പിക്കാനായിട്ട് ചെയ്യാം. അതിന് അധികമൊന്നുമില്ല, 6 ഗുളിക മതി. 6 ഗുളിക, അത് എത്ര വെള്ളമാണോ നമ്മൾ എടുക്കാനുള്ള അത്രയും വെള്ളത്തിലെടുത്ത് സീഡ് അതിനകത്ത് മുക്കി വെച്ചിട്ട് അത് ജെർമിനേഷൻ്റെ സമയത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1 അടി വരെ വളരെ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മിസ്റ്റ് രൂപത്തിൽ 1/3 പോർഷനിൽ ഒന്ന് മുഖ പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ വെക്കാൻ നേരത്ത് നിർബന്ധമായിട്ട് അത് റൂട്ടിൽ ഒന്ന് മുക്കിയിട്ട് വെച്ച് കൊടുക്കുക, ആ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ അകത്തെ ചെയ്യാനുള്ള രീതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ 40 ഗുണങ്ങളാണ്. ഇതൊരു 40 മെഡിസിൻ്റെ കോമ്പിനേഷനാണ്. അപ്പൊ മെഡിസിൻ ഏതാണെന്നൊന്നും നമ്മൾ ആരോട് പറയേണ്ട കാര്യമില്ല, അത് നമ്മൾ അറിയുകയും വേണ്ട. അപ്പൊ ഈ 40 മെഡിസിനും 40 ഗുണങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്നത് കൊണ്ട് വളർച്ച ത്വരിതമായിട്ട് ഉപയോഗിക്കുന്നു, നല്ല ശക്തമായ വേരുകൾ വരുന്നു, കീടങ്ങൾ വരുന്നില്ല, രോഗങ്ങൾ വരുന്നില്ല. പിന്നെ നമുക്ക് പറഞ്ഞാൽ എത്ര വെള്ളക്കെട്ടുള്ളിടത്ത് അത് വെള്ളക്കെട്ടിനെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉപ്പുവെള്ളം അന്നോർത്തോ, ഈ ഉപ്പുവെള്ളത്തിലൊരു ചെടി ഈ നടുകയാണെങ്കിൽ ആ ഉപ്പ് ഇല്ലാതെ ഈ ചെടി വലിച്ചെടുക്കും ഈ ഇത് കൊടുത്തതുകൊണ്ട്, മനസ്സിലായോ? പിന്നെ മാത്രമല്ല ഇപ്പം ഏത് വരൾച്ച, നല്ല വരൾച്ചയെ അതിജീവിക്കുവാനായിട്ട് ഇത് കൊടുത്ത ചെടികൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയിൽ വരുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഈ ഒരൊറ്റ മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. കാരണം pH കുറഞ്ഞ ഒരു മണ്ണാണ്. pH കുറഞ്ഞ മണ്ണിൽ നമുക്ക് ഏറ്റവും പ്രധാനം തന്നെ വളത്തെ എടുക്കാത്ത രസം. പക്ഷെ pH കുറഞ്ഞ മണ്ണിലെ വളം പോലും നമ്മൾ ഈ മെഡിസിൻ കൊടുത്ത ചെടി എടുക്കുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട്, ഞാൻ എൻ്റെ സെഷനിൽ ഞാനത് കൃത്യം ഓരോന്നായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ എഴുതി വെച്ച് കൃത്യമായിട്ട് പറയും. ഇപ്പം അപ്പം സെഷനിൽ എല്ലാവരും 1-2 തവണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ഇല്ലേ? പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. എല്ലാ പ്ലാന്റ്സിനും നമ്മൾ 2 ഗ്രാം 1 പെർ ലിറ്റർ കൊടുക്കുക. മിസ്റ്റ് അത് വളരെ ശ്രദ്ധിക്കുക, മിസ്റ്റ് രൂപത്തിൽ സ്പ്രേ ചെയ്യുക. ഓർണമെന്റലിനാണേലും അഗ്ലോണിമയ്ക്കൊക്കെ ഇത് കൊടുത്തുകൊണ്ട് എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടവും വരില്ല, രോഗം വരില്ല, ബ്രൈറ്റ് ആയിട്ടുള്ള കളറായിരിക്കും. നമ്മൾ ഓർണമെന്റൽ പ്ലാന്റിന്റെ നമ്മൾ കളർ, ലീവ്സിന്റെ കളറിന് അതുപോലെ തന്നെ വലിപ്പത്തിലും ഒക്കെ വലിയ ഇമ്പോർട്ടന്റ് കൊടുക്കണല്ലോ. ഇതെല്ലാം നല്ല രീതിയിൽ വരാനായിട്ട് സാധിക്കും. അതെപ്പോഴും വി ക്യൂബ് തന്നെയാണ്.
കപ്പയ്ക്ക് എത്ര മാസം തൊട്ട് ഇത് കൊടുക്കാൻ പറ്റും? അതായത് നമ്മൾ ഏത് ചെടിക്കും സ്റ്റാർട്ടിങ് തന്നെ കൊടുത്തു തുടങ്ങുന്നതാണ് നല്ല, ഏതിനും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യമേ തന്നെ ഇതിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ടുള്ള ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് ചെടിക്കാണെങ്കിലും ആ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ തുടങ്ങുന്നത്. കുരുത്തോല മുമ്പിൽ കൊടുക്കുന്നത് ഒരു 1.5-2 മാസം കൊടുക്കണം. അത് നമുക്ക് അത് കുറച്ച് നാൾ കൊടുക്കാം. അത് വളരെ കുറച്ചല്ലേ വരുന്നുള്ളൂ, വളരെ കുറച്ചല്ലേ. ഇപ്പൊ കുരുത്തോല 2 മാസം. 5 ലിറ്റർ 15 ഗ്രാം 15 ഗ്രാം നമ്മുടെ പ്രോഡക്റ്റും 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചുറ്റൊഴിച്ചു കൊടുക്കുക. ആ മാവിന്റെ ഒന്നുകൂടി ഒന്ന് പറയാമോ? കാരണം എന്നും എക്സിയോക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടാ, മാവില് പ്രായം ചെന്ന മാവിൽ എങ്ങനെയാ യൂസ് ചെയ്യുന്നത്? അതായത് പ്രായം ചെയ്യുന്ന മാവുകളിൽ നമുക്ക് ആക്സസ് ചെയ്യുന്ന അത്രയും പൊക്കത്തിലുള്ള ആണെങ്കിൽ നമുക്ക് ലീവ്സിന്റെ 1/3 പോർഷനിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് മിസ്റ്റ് രൂപത്തിൽ സ്പ്രേ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതേ സൊല്യൂഷൻ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ സൊല്യൂഷൻ ചോട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ചോട്ടിൽ തീരെ ചോട്ടിലല്ല, ആ വേരുകൾ വരുന്ന ചോട്ടിൽ. പിന്നെ നമുക്ക് ഒന്നുകൂടി ചെയ്യാൻ പറ്റും, തടിയുടെ അടിഭാഗത്ത് ഒരു ആക്സോ ബ്ലേഡ് വല്ലതും വെച്ച് ജസ്റ്റ് ഒന്ന് എന്നിട്ട് അവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതെ, തടി കറക്റ്റ്. അത് നമുക്ക് വലിയ ചില മാവുകൾക്ക് ഒരുപാട് വലുതില്ല, അതിനങ്ങനെ ചെയ്യാം. അത് എല്ലാത്തിനും അങ്ങനെ ചെയ്യാം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് അടിക്കുന്നത് ഇളം വെയിലുള്ളപ്പോൾ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിരാവിലെ അല്ല, 8 മണി അല്ലെങ്കിൽ ഒരു 10 മണിയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. വലിയ ചൂട് പാടില്ല, പക്ഷെ ഇളം വെയിലുള്ളപ്പോൾ. അതായത് ഇളം വെയിലുള്ളപ്പോൾ 1/3 പോർഷനിൽ മിസ്റ്റ് രൂപത്തിൽ സ്പ്രേ ചെയ്യുക. ബയോഗ്രോത്ത് അടിക്കുന്നതും ഇത് അടിക്കുന്നതും വളരെ വ്യത്യാസമുണ്ട്. അല്ല, നനവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഗ്രോത്തിന് നനവൊന്നും വേണ്ട. പിന്നെ ബയോഗ്രോത്തും ഇതും ഒരു കാരണവശാലും ഇത് വേറെ ഒന്നിന്റെയും കൂടെ മിക്സ് ചെയ്തടിക്കാൻ പാടില്ല. ഒത്തിരി പേര് ചോദിക്കേണ്ടത്, ഇത് സാധാരണ വെള്ളം മാത്രം, നല്ല വെള്ളം എടുക്കുക. നല്ല വെള്ളത്തിൽ ഇതേ പ്രപ്പോർഷനിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇളം വെയിലുള്ളപ്പോഴാണ് ഏറ്റവും നല്ലത്. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ പ്രശ്നവും വരില്ല എന്നുള്ളത്. പിന്നെ പ്രശ്നം എന്നുള്ളതില്ല, എല്ലാത്തിനും നല്ലതാണ്. മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതായത് നമുക്കിപ്പം ഈ മാവിന്റെ ഒക്കെ കേസ് എടുത്തു എന്ന് നോക്കാം. നമുക്ക് മാവൊക്കെ ഇപ്പൊ പൂക്കുന്ന സമയമുണ്ട് നമുക്ക്. അതായത് ഒക്ടോബർ മാസം എന്തായാലും കൊടുക്കണം. ഒക്ടോബർ മാസം കൊടുത്തു കഴിഞ്ഞാൽ ഈ പുഴുക്കളൊക്കെ വരുന്നത് ശരിക്കും ആദ്യത്തെ ആ പൂ ഉണ്ടായി, ആ ഇതിന്റെ മുട്ടുണ്ടായി ആ സമയം തൊട്ടേ. അപ്പൊ ഒക്ടോബർ തൊട്ടേ നമ്മൾ കൊടുക്കണം. ഒക്ടോബർ, പിന്നെ നവംബർ, ഡിസംബർ, ആ കുറച്ച് കാലഘട്ടങ്ങളിൽ കൊടുക്കണം. അതാണ് അദ്ദേഹം. അല്ലാതെ ഇപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതായത് 1 മാസം ഇടവിട്ട് ആ സമയത്ത്. അതായത് നമ്മൾ ആദ്യമേ നമ്മൾ കൊടുത്തു വരുമ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് കൂട്ടി മാറ്റാം. ആദ്യമേ നമ്മളിപ്പോ 1 മാസം എന്ന് പറഞ്ഞാലും പിന്നെ അത് നമുക്ക് കുറച്ച് നാൾ കൂട്ടി അതിന്റെ ആ ഇന്റർവെൽ ഓഫ് ടൈം കൂട്ടി മാറ്റാം ചെയ്യാൻ പറ്റും. അതായത് 5:5:15 എന്നുള്ള ആ ഒരു റേഷ്യോ പെർ ലിറ്റർ. അതായത് ചെറിയ നമ്മൾക്കിപ്പോ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, വെജിറ്റബിൾസിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ 3:3:15 എന്നുള്ള റേഷ്യോ. അതായത് ശരിക്കും പറഞ്ഞാല് മറ്റേ കീടങ്ങളെ കൂടുതൽ കാണുമ്പോ ബയോകാർഡ് കൊടുത്താൽ മതി. ഒരു കീടവും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ ബയോഗ്രോത്തും ബയോസ്ട്രൈക്കും മാത്രം കൊടുത്താൽ മതി. വളർച്ച കീടങ്ങളെ കാണുവാണെങ്കിൽ ബയോകാർഡ് കൊടുക്കാം. 3:3:15. ബയോകാർഡ് എപ്പോഴും 15 വേണം. കാരണം അതൊരു 3 കോമ്പൗണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ 5:5:5 എന്നുള്ള റേഷ്യോയിലുള്ളത് കൊണ്ട് എപ്പോഴും 15 പെർ ലിറ്റർ കൊടുക്കണം ബയോകാർഡ്. ബയോസ്ട്രൈക്ക് 5 ml. ബയോസ്ട്രൈക്ക് നമ്മൾ കൂടുതൽ സ്പ്രേ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക. ബയോസ്ട്രൈക്ക്
എന്നാൽ ബയോ ഗാർഡും ബയോ ഗ്രോത്തും നമുക്ക് മണ്ണിൽ കൊടുക്കാം. അമ്മ നമുക്ക് 3 മന്ത് മുതൽ 8 മന്ത് ഉള്ള തെങ്ങിൻ തൈക്ക് നമ്മൾ മിസ്റ്റ് രൂപത്തിൽ കൊടുക്കും. അതിന്റെ ഒപ്പം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റൂലേ? കൊടുക്കണം, എല്ലാം ചോട്ടിൽ കൊടുക്കണം. ഇപ്പൊ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണതിനാണ് ഞാൻ പറഞ്ഞത്, കുറച്ചിപ്പോ കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മറ്റേത് കറക്റ്റ്, മറ്റേത് കറക്റ്റ്. കാരണം നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ അത്രയും ഫുൾ സാധനം വലിച്ചെടുക്കുന്നുണ്ട്. അത് മറ്റേ വേര് കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തോരം ചെടി എടുക്കുന്നുണ്ടെന്ന്, നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. മനസ്സിലായോ? അതാണ് അതുകൊണ്ട്. മറ്റേത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും. എന്താ അല്ല, നമുക്ക് അത് ഞാൻ പറഞ്ഞത് മാവിന്റെ ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കും. ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കും അപ്പം മതി. അതായത് ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കിന്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സീസണൽ പ്ലാന്റ്സിന്റെ ഈ കൊടുക്കുന്ന സമയത്ത് പൂക്കുന്നത് സമയമാണെങ്കിൽ നിറഞ്ഞു പൂക്കുകയും ചെയ്യും. പൂത്താലും കൊടുക്കണം കേട്ടോ, പൂത്താലും കൊടുക്കണം, അത് കുഞ്ഞായിരിക്കുമ്പോഴും കൊടുക്കണം. ഏറ്റവും കുറഞ്ഞ ഒരു 3 തവണ എങ്കിലും കൊടുക്കണം. പക്ഷെ പൂക്കാത്ത സമയമാണെങ്കിൽ അത് അവിടെ ഗ്രോത്താണ് കാണിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ടൈം അനുസരിച്ചാണ് അതിന്റെ മനസ്സിലാക്കാൻ പറ്റും. എന്താ ചോദിച്ചു സാർ? എന്താ ചോദിച്ചു? അല്ല, അതിന് നമുക്ക് ഇപ്പം നല്ല മഴയില്ലാത്ത സമയത്ത് നന്നായിട്ട് കുളിപ്പിച്ച് തന്നെ കൊടുക്കുക. അതിപ്പോ നമ്മള് പൂക്കാനുള്ള ആ കറക്റ്റ് സമയത്തല്ല, അതിന് ഗ്രോത്ത് വേണോ? അതവിടെ പൂക്കുന്ന സമയമല്ലേ അതല്ലാതെ ഞാൻ പറഞ്ഞ അതല്ലാതെ ചെടിക്കൊരു ഗ്രോത്ത് അതായത് നമുക്ക് ഈ ഇപ്പൊ പൂക്കുന്നതിന്റെ ആ സമയം അപ്പൊ ഇപ്പൊ ഒക്ടോബർ തൊട്ട് നമുക്ക് മെയ് വരെ വേണമെങ്കിലും നമുക്ക് ഇതിങ്ങനെ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ പൂക്കലും കായലും അത്രയും സമയവും കിട്ടും. അതുപോലെ തന്നെ അതായത് നമുക്ക് അതിന്റെ കാലയളവ് കൂട്ടാനായിട്ട് പറ്റും. പച്ചക്കറികൾക്ക് 3 മാസം കാലാവധിയുണ്ട് ചില പച്ചക്കറികൾക്ക്. അപ്പൊ അത് 3 മാസം ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറികൾക്കൊക്കെ ശരിക്കും 3:3:3 എല്ലാ ആഴ്ചയിലും ഓരോ പ്ലക്കിങ്ങിന് ശേഷം പ്രൂൺ ചെയ്ത ശേഷം ഇത് കൊടുക്കുക. ചിതലിനും ഉറമ്പിനും ചിതലിനെ നമ്മുടെ ബയോഗാർഡ് പറ്റും. ചിതല് പറ്റും, മെറ്റാറൈസ്